ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തളിപ്പറമ്പ് ലോക്കൽ അസോസിയേഷൻ നേതൃത്വത്തിൽ കുറ്റ്യാട്ടൂർ KKNS UP സ്കൂൾ വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ നെടുകുളം പോന്താറമ്പ് റോഡരികിലാണ് കുറ്റ്യാട്ടൂരിലെ ആനപ്പേടികയിലെ CP ദിവാകരൻ സൗജന്യമായി നൽകിയ സ്ഥലത്ത് സ്നേഹഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സ്നേഹഭവനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഏകദേശം 2 വർഷത്തോളമായി ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടങ്ങി വെച്ചിരുന്നു. എങ്കിലും ഇക്കഴിഞ്ഞ ജൂലൈ മാസം 29-ാം തീയതിയാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. അപ്പോൾ നമുക്കൊരു കുട്ടിയെ കണ്ടെത്തേണ്ടിയിരുന്നു. ഏറ്റവും അർഹതയുള്ള ഒരു കുട്ടിയെ തന്നെ വേണമെന്നതുകൊണ്ട് തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലേക്കും ഇതിൻ്റെ ഒരു അറിയിപ്പ് പോവുകയും കുട്ടികളിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഏറ്റവും അർഹതയുള്ള ഈ ഒരു കുട്ടിയെ കണ്ടെത്തിയത്. ഈ കുട്ടി KKNS കുറ്റ്യാട്ടൂർ KKNSലെ ഏത് ക്ലാസ്? 7ാം തരത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ജാൻസി മാഡം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ എൻ്റെ വിദ്യാലയത്തിലെ കുട്ടിയെ തിരഞ്ഞെടുത്തത് തികച്ചും അർഹതയുള്ള കുട്ടിയാണെന്ന് കണ്ടെത്തിയ ഒരു കമ്മിറ്റി തന്നെ, മാഡത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തത്. അതുമാത്രവുമല്ല, ഈ ഒരു പദ്ധതി നമ്മൾ മുൻ വർഷങ്ങളിൽ പല വർഷങ്ങളിലായിട്ട് പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാൻസി മാഡത്തിൻ്റെ ഈ ഒരു സപ്പോർട്ട് ആവേശത്തോടു കൂടി ഞങ്ങളെ ഇതിലേക്ക് ഈ പ്രൊജക്റ്റിലേക്ക് ഇറക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഒരു സബ് ജില്ലയിലും ഇതുപോലെ എല്ലാ വിദ്യാലയങ്ങളിലെയും മുഴുവൻ അധ്യാപകരുടെയും കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. മാഡത്തിൻ്റെ ഒരു സപ്പോർട്ട് അവിടെ ഏറ്റവും വലുതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാഡം ട്രാൻസ്ഫറാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ എല്ലാ പണിയും ഏകദേശം ലാസ്റ്റിലെത്തിക്കണം, പൂർത്തിയാക്കണം എന്നുള്ള ഒരാഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. 24 ജൂലൈ 29-നാണ് കമ്മിറ്റി ചേർന്നത്. പക്ഷേ പണി ആരംഭിച്ചത് ഈ ഒരു മാസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഈ തറക്കല്ലിട്ടത് സ്പീഡിലാണ് പോകുന്നത്. അത് ഈ ഒരു നിർമ്മാണ കമ്മിറ്റി കൺവീനർ കൂടിയായ പണ്ണേരി ബാബുവിൻ്റെ എയ്സ് ബിൽഡേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പണി നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡും ഇതിനുണ്ട്. അതുകൊണ്ട് അവരുടെയും വളരെ സ്പീഡായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞങ്ങളുള്ളത്. നമ്മുടെ ഈ സ്നേഹഭവനം പദ്ധതിക്ക് അതിൻ്റെ പേര് അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഇത്രയും നാളുകളായി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്ക് സംഭാവനയായും മറ്റ് സഹകരണങ്ങളുമായിട്ട് ഇതുവരെ ആളുകൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്.